നമസ്കാരം. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പിയാണ് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ നമ്മൾ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. വഖഫ് ഇപ്പോൾ കേരളത്തിലൊരു വലിയ കത്തുന്ന വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട, ഇസ്ലാം അടക്കം ഏത് വിഭാഗത്തിൽപ്പെട്ട ആരുടെയും സ്ഥലം എപ്പോൾ വേണേലും വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ഇത്? ഈ ഇടയ്ക്ക് ഞാൻ ഇന്നലെ അറിഞ്ഞത് കേരളത്തിലെ 38,000 ഏക്കർ സ്ഥലം വഖഫിൻ്റെ ആണെന്ന് അവർ അവകാശപ്പെട്ടിരിക്കുന്നതാണ്. മാത്രമല്ല മുനമ്പത്തിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത്. അതെ. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന തളിപ്പറമ്പ് കേരളത്തിലെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം ഭാരതത്തിലുള്ളതുപോലെ തന്നെയാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം. അതെ. അത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഉൾപ്പെടെയുള്ള തളിപ്പറമ്പ് നഗരം മുഴുവൻ വഖഫിൻ്റെ ആണെന്ന് അവകാശപ്പെടുന്നു. മാത്രമല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കൽപ്പാത്തി, ചെല്ലാനം, പറവൂര്, പല സ്ഥലങ്ങളും നാളെ ഇനിയിപ്പോൾ പറയില്ലേ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രവും സെക്രട്ടേറിയറ്റും എല്ലാം വഖഫിൻ്റെ ആണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ തുടക്കം എന്ന് പറയുന്ന മുനമ്പത്തെ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. അതായത് അത് കൊച്ചി രാജവംശത്തിൻ്റെ ആയിരുന്നു. പണ്ട് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനെ കേരളത്തിൽ നിന്ന് തുരത്തി ഓടിച്ചതിന് പകരമായിട്ട് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് കൊടുത്ത സ്ഥലങ്ങളാണ് മുനമ്പം, പറവൂര്, ആലുവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അതായത് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ കീഴിലാണെങ്കിൽ പോലും ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. എൻ്റെ ഇപ്പുറത്തെ ഭാഗം എല്ലാം കൊച്ചിയുടെ കീഴിലാണ്. അപ്പോൾ ഒരു സ്ഥലം കംപ്ലീറ്റ്, അത് മുനമ്പം എന്ന് പറയുന്ന ഒരു എൻഡാണ്, കടലാണെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മുഴുവൻ തിരുവിതാംകൂർ രാജാവിന് കൊച്ചി രാജാവ് ദാനമായി നൽകിയതാണ് ഇതിന് പ്രതിഫലമായിട്ട്. ആ സ്ഥലം, ഈ മുനമ്പത്തെ സ്ഥലം എന്ന് പറയുന്നത് 1902 എൻ്റെ ഓർമ്മ. അന്ന് ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ് ഒരു കൃഷിക്ക് വേണ്ടി ഒരാൾക്ക് കൊടുത്തതാണ്, പാട്ടം കൊടുത്തതാണ്. പാട്ടത്തിന്, വിലയ്ക്കല്ല, പാട്ടത്തിന്, ദാനവുമല്ല, പാട്ടത്തിന് കൊടുത്തതാണ്. ഈ പാട്ടക്കരാർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം പാട്ടക്കരാർ എഴുതാൻ കഴിയുന്ന 99 വർഷമാണ്. 100 വർഷം തികയ്ക്കാൻ പാടില്ലെന്നാണ്. 99 വർഷത്തേക്കാണ് കരാർ എഴുതിയെങ്കിലും ആ കരാറിൻ്റെ കാലാവധി 1902 കൊടുത്തതിൻ്റെ കാലാവധി 2001 പൂർത്തിയായി. 23 വർഷങ്ങൾക്ക് മുമ്പ് പാട്ട കാലാവധി കഴിഞ്ഞു. പാട്ടക്കാലാവധി കഴിഞ്ഞാൽ ആ വസ്തു എന്താ ചെയ്യേണ്ടത്? തിരിച്ച് ആരാണോ പാട്ടം കൊടുത്ത് അവർക്ക് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ വസ്തു ആരുടെയാണ്? രാജാവിൻ്റെയാണ്. ശ്രീപത്മനാഭൻ്റെയാണ്, രാജാവിൻ്റെ അല്ല, ശ്രീപത്മനാഭൻ്റെയാണ്. പണ്ടാര വകയാണ്. അതായത് രാജ്യം മുഴുവൻ പത്മനാഭൻ്റെയാണ്. രാജ്യത്തിൻ്റെ വെറും ദാസനാണ് രാജാവ്. ഭഗവാന്റെ വകയാണ് ആ വസ്തു. ഏത് പ്രമാണം എടുത്ത് നോക്കിക്കോളൂ, തിരുവനന്തപുരത്ത് ഏത് പ്രമാണം, തിരുവിതാംകൂറിൽ ഏത് പ്രമാണം എടുത്ത് നോക്കിയാലും പണ്ടാരപ്പാട്ട വകയെന്നായിരിക്കും. ഭണ്ഡാരവക വസ്തു, അതായത് ഭഗവാന്റെ വസ്തുവാണ്. ആ വസ്തു തിരിച്ച് ഭഗവാൻ കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ന് ആ മറ്റ് സ്ഥലങ്ങളെല്ലാം സർക്കാരിൻ്റെ കീഴിലായതുപോലെ സർക്കാരിന് തിരിച്ചു കൊടുക്കണം. പാട്ട വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ ഒരാൾക്ക് ആ സ്ഥലം മറിച്ച് വിൽക്കാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ അധികാരമുണ്ടോ? മറ്റൊരു മതത്തിന് അവകാശം പറയാനും പറ്റില്ല. അല്ല, കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വിലയ്ക്ക് വാങ്ങിച്ച വസ്തു എനിക്ക് എന്തും ചെയ്യാം. ഞാൻ നാളെ പള്ളിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ സർക്കാരിന് കൊടുക്കാം, അല്ലെങ്കിൽ അനാഥാലയത്തിന് കൊടുക്കാം, അതെൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പാട്ടത്തിനെടുത്ത വസ്തു, അത് ഞാൻ അതിനകത്ത് കാവൽക്കാരൻ മാത്രമാണ്. ആ കാലഘട്ടം കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ, ഉപയോഗിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. തിരിച്ച് നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പം ഞാൻ ആ വസ്തുവിനെ എങ്ങനെ മറുകച്ചവടം ചെയ്യും? അത് തന്നെ തെറ്റല്ലേ? സർക്കാർ ആ ഒരു പോയിന്റിൽ പിടിച്ച് മുന്നോട്ട് വരേണ്ടതാണ്. അവിടെ കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, കുടിയേറി പാർക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പണം കൊടുത്ത സ്ഥലം വാങ്ങിച്ച ആൾക്കാരുണ്ട്. അവർക്കെല്ലാമായിട്ട് ആ സ്ഥലം വീതിച്ചു കൊടുക്കണം. 460 ഏക്കർ സ്ഥലത്തിൽ 110 ഏക്കർ ഒഴിച്ച് ബാക്കി കടൽ കൊണ്ടുപോയി. അപ്പൊ ഈ കടലിൽ പോയതും വഖഫിന്റെ ആണെന്ന് അവകാശപ്പെടാൻ പറ്റും. മൊത്തം കടൽ അറബിക്കടൽ വഖഫാണെന്ന് പറയാൻ പറ്റും. മീൻ പിടിക്കുന്ന മീൻ വഖഫിന് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് തന്നെ തെറ്റല്ലേ? അപ്പം ഈ പറഞ്ഞ ഇത്തരം മണ്ടത്തരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ ഭൂമി മുഴുവൻ ദേവസ്വങ്ങളുടെയാണ്. ആ ദേവൻ്റെ ആണ്. തിരിച്ച് അപ്പം തളിപ്പറമ്പ് രാജേശ്വരൻ്റെയാണ് അവിടുത്തെ വസ്തുക്കളെല്ലാം. ദേവസ്വം അവകാശപ്പെടണം, ഞങ്ങളുടെ വസ്തുവാണ്, ഞങ്ങൾക്ക് തരാൻ. അല്ല, അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ വസ്തുക്കളും ഇതേപോലെ തന്നെ തിരിച്ചു കിട്ടണമെന്ന് നാളെ ആവശ്യപ്പെട്ടാൽ ഈ വഖഫിനെക്കാൾ വലിയ ഇഷ്യൂ ആയിട്ട് ഇത് മാറില്ലേ? മാറണമെന്നാണ് പറയുന്നത്. അത് മാറ്റണം. അതിനടുത്ത് അതങ്ങനെ തയ്യാറാവും. ഈ ദേവസ്വം ബോർഡല്ലേ, ഒരു നട്ടലില്ലാത്ത ദേവസ്വം ബോർഡല്ലേ ഇവിടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. അവർക്ക് ഈ തിരുവനന്തപുരത്ത് പാളയം ഗണപതി ക്ഷേത്രത്തിന്റെ 92 സെന്റ് സ്ഥലമാണുള്ളത് പ്രമാണത്തിൽ. ഇപ്പൊ 12 സെന്റ് സ്ഥലമേ ഉള്ളൂ.
ബാക്കിയോടെ പോയി. ബാക്കി എവിടെ? അപ്പൊ അല്ല, ഈ അങ്ങനെ- വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു സംഘടനകളും ഈ ക്ഷേത്രത്തിന്റെ സ്ഥലം വിട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടാൻ വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അല്ല, നേരത്തെ ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ച് ഈ കാര്യത്തിൽ സ്ഥലം വീണ്ടെടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നൊക്കെ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ ആ ഒരു ഉന്നതാധികാര സമിതി വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വീണ്ടെടുക്കാനുള്ള നടപടിയോ ആയിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ ഉടനീളം ഈ വഖഫിനൊപ്പം ഈ ക്ഷേത്രങ്ങളുടെ സ്ഥലം വീണ്ടെടുക്കാനുള്ള ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു നീക്കമോ വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്യുമോ? വിശ്വ ഹിന്ദു പരിഷത്ത് മാത്രമല്ല, എല്ലാ ഹൈന്ദവ സംഘടനകളും കൂടി ചേർന്ന് ചെയ്യണം. അതാണ് ഒരു സംഘടന മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലത്. എല്ലാ ഹൈന്ദവ സംഘടനകളിലും ഒന്നിച്ച് നിന്നിട്ട് ഇതിൽ പ്രക്ഷോഭമായിട്ട് ഇറങ്ങണം. പ്രധാനമായിട്ടും ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കുമ്പോൾ സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ പറ്റും. ക്ഷേത്രം വിശ്വാസിയായ ഹിന്ദുവിൻ്റെ കയ്യിലേക്ക് ക്ഷേത്രം വരണം. അതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നിൽ വയ്ക്കുന്നത്. അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയിൽ എത്ര വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വഖഫ് ഒരു ഭീകരതയായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അതിനൊരു നടപടിയിലേക്ക് വരേണ്ടതാണ്. കാരണം കാലങ്ങളായിട്ടുള്ള ഇങ്ങനെ ഇത് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് ഇതിനെ ഇത്രയും ഭീകരമാക്കി മാറ്റിയത്. അതെ, നെഹ്റു തുടങ്ങി, പിന്നീട് ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് 2013 ഭേദഗതി കൊണ്ടുവന്നു. അപ്പോൾ അത് തിരുത്തിയിട്ട് അത് ചെയ്യാനുള്ള അതിനുള്ള ആർജവം ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അദ്ദേഹമാണല്ലോ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ശീതകാല സമ്മേളനത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഞാൻ അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം തന്നെ എത്രയോ ആൾക്കാർ അവരെ മാനസികമായിട്ട് അവർ തകർന്നു പോയി. ഈ പറഞ്ഞ മുനമ്പത്തുള്ളവർ 600 കുടുംബങ്ങൾ. അവർ കുഞ്ഞുങ്ങൾ വിവാഹം നടത്താൻ പറ്റുന്നില്ല, അവരുടെ സ്വത്തൊന്നും വിൽക്കാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊരു ഭീകരതയല്ലേ? എന്തുകൊണ്ട് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല? അല്ല, തിരുച്ചത്തൂരിലെ ഇഷ്യൂ ഇതിനേക്കാൾ വലുതാണ് തമിഴ്നാട്ടിലെ. അവിടെ ഇതേപോലെ 650 ഏക്കറാണ് ആ ഗ്രാമം. അവിടെ ഒരൊറ്റ ഇസ്ലാം മതവിശ്വാസിയില്ല. ഇത് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് 2000 വർഷം മുമ്പുണ്ടായതാണ് ക്ഷേത്രം. ആ ക്ഷേത്രം അടക്കമുള്ള സ്വത്തുക്കൾ മുഴുവൻ വഖഫിൻ്റെതാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പാർലമെന്റ് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, പാർലമെന്റ് പറഞ്ഞു, മധ്യപ്രദേശിന്റെ പോലീസ് ആസ്ഥാനം പറഞ്ഞു, ഇൻഡോറിലെ മുനിസിപ്പാലിറ്റിയുടെ ഇത്, ബാംഗ്ലൂരിലെ മൈതാനം. അപ്പോൾ ഒരു തവണ നിസ്കാരം നടത്താൻ അനുവാദം കൊടുത്താൽ അത് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ നാളെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവും പത്മനാഭൻ്റെ പുത്തരികണ്ഠം മൈതാനവും വഖഫിൻ്റെതാവില്ലേ? അതാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിലെന്ത് അടിസ്ഥാനമുള്ളത്? ഒരു പാട്ട് വ്യവസ്ഥ പ്രകാരമുള്ള ഒരാൾക്ക് വഖഫിന് എഴുതി കൊടുക്കാനൊക്കെ അധികാരമുണ്ടോ? അല്ലെങ്കിൽ ഫറൂഖ് കോളേജിന് എഴുതി കൊടുക്കാനൊക്കെ അധികാരമുണ്ടോ? അതെന്തുകൊണ്ട് സർക്കാർ ആ രീതിയിൽ നീങ്ങുന്നില്ല? ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കോടതികൾ അതിനെ ആ രീതിയിൽ കാണണം. അല്ല, ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു കോഴിക്കോടത്തെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യത്തിൽ. ഈ വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് മുൻകാല പ്രാബല്യമുള്ളതല്ല. പക്ഷെ ആ നിയമം ഇതിനകത്ത് ഈ സംഭവത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. മുൻകാല പ്രാബല്യം ഇല്ലാതാവുമ്പോൾ പിന്നീട് ഈ പറയുന്ന അവകാശവാദം ഇല്ലാതാവുകയാണ്. ഇല്ലാതാവും. ഞാൻ വേണ്ടി ഇത് ചില കുൽസിത പ്രവൃത്തിയാണിത്. മനഃപൂർവ്വമായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. നാളെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് ശബരിമലയിലെ ഏറ്റവും വലിയ ഭയം അതാണ്. അവിടെ ഒരു വാവര കുടിയിരുത്തിയിരിക്കുകയാണ്, ഒരു ബന്ധവുമില്ലാതെ അയ്യപ്പനുമായിട്ട്. നാളെ വാവർ പറയുകയാണ് എൻ്റെ സ്ഥലങ്ങളെല്ലാം എൻ്റെ സാധനമെല്ലാം ഞാൻ വഖഫിന് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അയ്യപ്പനോട് 18 പടി ഇറങ്ങാൻ പറയും. വേണമെങ്കിൽ വാവര കയറ്റി എഴുതാമെന്ന് പറയും.